ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക്, മോർണിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം 4:30 ആവാറായിട്ടുണ്ട്. ഞാൻ എണീറ്റ് വന്ന വഴിക്ക് തന്നെ മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആയതാണ് കേട്ടോ. പിന്നെ എന്നത്തെയും പോലെ തന്നെ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒരു എനർജി കിട്ടിയ പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല. അത് കഴിഞ്ഞതാ നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നൂലപ്പം, ആ, അതായത് ഇടിയപ്പം ആക്കാനാണ് വിചാരിക്കുന്നത്, ഏട്ടനെ കൊണ്ടുപോകാൻ. അപ്പം അതിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ജീരക വെള്ളത്തിനുള്ള വെള്ളം നമ്മൾ ഗ്യാസുമ്മേ കലത്തിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല കേട്ടോ. എന്നാലും എൻ്റെ ഒരു താല്പര്യത്തിൽ ഞാൻ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ ഇതിലൂടെ എനിക്ക് ഒരുപാട് എൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ട് കാണുന്ന എല്ലാവരും, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത നമ്മുടെ ഫ്രണ്ട്സും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ബെല്ലൈക്കണൊന്ന് അമർത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളിതാ നൂലപ്പത്തിനുള്ള വെള്ളം ഒന്ന് അതിലേക്ക് ഒഴിച്ച്, പൊടിയിലേക്ക് ഒഴിച്ച് അത് സെറ്റാക്കി അവിടെ വെക്കുന്നുണ്ട്. ചൂടാറിയിട്ട് വേണം കേട്ടോ എനിക്ക് കുഴയ്ക്കാനായിട്ട്. അപ്പോൾ അതവിടെ വെച്ചിട്ട് ഞാൻ കറിക്കുള്ള പരിപാടി നോക്കുകയാണ്. നമുക്കിന്ന് ഉരുളൻകിഴങ്ങ് മസാല ആക്കിയിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഉരുളൻകിഴങ്ങൊക്കെ അരിഞ്ഞ് സെറ്റാക്കി കുക്കറിലിട്ടിട്ടുണ്ട്. പിന്നെ ആ കറിയിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, പൊടികൾ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ വേഗം ഒരു 3-4 വിസിലടിച്ച് സെറ്റാക്കുക എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഉറക്കപ്പിച്ചേരാണ് വന്ന് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 4:30 കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പണികൾ ഉഷാറായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഏട്ടൻകുട്ടീനെ പറഞ്ഞയക്കാനായിട്ട് പറ്റില്ല കറക്റ്റ് ടൈമിന്. അപ്പോൾ ഞാൻ തകൃതിയായിട്ടുള്ള പണിയിലാണ്. ഇത് കുഴച്ച് സെറ്റാക്കി സോഫ്റ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ജീരക വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ബേസിനിലേക്ക് പകർത്തിയിട്ട് ഇവിടെ ഹോളിൽ ഫാനിൻ്റെ ഇടയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പൂവാറാകുമ്പോഴേക്കും നമുക്കത് കുപ്പിയിലേക്ക് ആക്കാനായിട്ട് ചൂടൊന്ന് പോയി കിട്ടും. അപ്പം ഞാൻ തിരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3-4 വിസിലടിച്ച് ഞാനത് ഓഫ് ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ ഞാനിപ്പോൾ കൊണ്ടുപോണത് ഏട്ടന് കഷായമാണ്. അപ്പോൾ ആളിപ്പോൾ ആയുർവേദം ആണ് ഇപ്പം കാണുന്നത്. അപ്പം അതിന് നമ്മൾ രാവിലെ കഷായം കാര്യങ്ങളൊക്കെ കുടിക്കണം. അപ്പം അതിന് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് തിളച്ച് വന്നപ്പോൾ ഞാനതൊന്ന് കുടിക്കാനായിട്ട് ചൂടാറാനായിട്ട് കൊണ്ടുവച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ നൂലപ്പമൊക്കെ വേഗം സെറ്റ് ചെയ്ത് കുക്കറിൽ കയറ്റി ഗ്യാസുമ്മേ വെച്ചിട്ടുണ്ട്. നമ്മുടെ വിസിൽ ഏകദേശം പോയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കടുക് വറുത്ത് കറി സെറ്റായിട്ടുണ്ട് ഇതവിടെ. അപ്പോൾ അത് തിളച്ചൊന്ന് കുറുകണം. അവിടെ ഇരുന്ന് കുറുകട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഞാൻ ഇമ്പ്രൂവ് ആക്കാനുണ്ടെങ്കിൽ, തുടക്കമാണ്, എനിക്കൊന്നും അറിയില്ല. ഒക്കെ കംപ്ലീറ്റ് ഞാൻ നമ്മുടെ യൂട്യൂബ് നോക്കിയിട്ടാണ് കേട്ടോ പഠിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ചൂടാറിഞ്ഞാൽ അതൊക്കെ വേഗം പാക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കുകയാണ്. പിന്നെ നമ്മുടെ ഏട്ടന് കൊണ്ടുപോകാനുള്ള കറി, അതുപോലെ തന്നെ നൂലപ്പം, ഇതൊക്കെ പാത്രത്തിലാക്കി വെള്ളം ഇതൊക്കെ സെറ്റ് ചെയ്ത് പാക്ക് ചെയ്യാൻ കേട്ടോ. അവിടെ ഏട്ടനിരുന്ന് കഴിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഏട്ടൻ കഴിച്ച് കഴിഞ്ഞപ്പോൾ വേഗം പാത്രം കൈയോടെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഏട്ടനെ ആളെ പോകാനായിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, എനിക്ക് ഇപ്പോൾ കുഴപ്പമില്ല. നമ്മൾ പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഏട്ടൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വാതിലടച്ചു. അല്ലെങ്കിൽ എനിക്ക് പേടിയാണ്. നേരെ വെളുത്ത് വരുന്നുള്ളൂ, 5:30 ആവണേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉറക്കം, എനിക്ക് ഈ ഏട്ടൻ പോയി കഴിഞ്ഞാലാണ് കേട്ടോ നല്ല ക്ഷീണം വരിക. അപ്പം ഞാനിതാ പത്രം
കൊണ്ടിടാറുള്ള ചേട്ടൻ വന്നു പോയപ്പോൾ അതെടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെ പട്ടി വലിച്ച് കീറി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ. ഇവിടെ ഭയങ്കര പട്ടികളുടെ ശല്യമാണ്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയതാണ്. എനിക്ക് ഈ ടൈമിൽ പുറത്തിറങ്ങി ഇങ്ങനെ നമ്മുടെ ഗാർഡനിൽ വന്ന് നിൽക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ നേരം വെളുത്ത് വരുന്ന ആ ഒരു സിറ്റുവേഷനില്ലേ, നല്ല അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ ഇതാ കുറേശ്ശെ ഞാൻ സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ ഗാർഡനൊക്കെ. ശംഖുപുഷ്പമൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെയാണ് കേട്ടോ വിരിയണത്. എനിക്കിത് തിങ്ങി നിറഞ്ഞ് നിറഞ്ഞ് പൂക്കൾ വിരിയാനായിട്ട് വല്ല ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, ആരെങ്കിലും ഉണ്ടോ പൂക്കൾ. അപ്പം ഞാൻ കാര്യമായിട്ടുള്ള വളങ്ങളെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ചക്കറി വേസ്റ്റ് 3 ദിവസം നമ്മുടെ അരിക്കാടി വെള്ളത്തിലൊക്കെ ഇട്ട് അങ്ങനെ ആക്കിയിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ദാ അവിടെ ഒരു ചട്ടി ഇതാ നമ്മുടെ പട്ടി വന്ന് മറച്ചിട്ടിട്ടുണ്ട്. ഭയങ്കര ശല്യമായിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ സച്ചുമോൻ്റെ ഒരു ഷൂ ഒക്കെ എടുത്ത് കടിച്ച് എവിടെയോ കൊണ്ടിട്ടിടും. ഒരു ഷൂ ഇപ്പം മിസ്സിങ്ങാ. അപ്പം ഇങ്ങനെ കുറച്ചിതാ ഇപ്പം ഞാൻ സ്പീഡിലാണ് കേട്ടോ കാണിക്കുന്നത്. കുറച്ച് ചെടികളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് നമ്മുടെ ഗാർഡൻ വിപുലീകരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പം ദാ ഇത്രയൊക്കെ ചെടികളാണ് കേട്ടോ നമ്മുടെ ഗാർഡനിലുള്ളത്. എനിക്കിതിൻ്റെ പേരുകളൊന്നും അറിയില്ല. ഇതൊക്കെ ഞാൻ തൊട്ടുള്ള ചേച്ചിമാർ എനിക്ക് തന്നിട്ട് അങ്ങനെ ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അത് റോസ് കൊമ്പാണ്. അത് ഏകദേശം പൊടിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡൻ ഏരിയ എന്ന് പറയുന്നത്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും എനിക്ക് നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യുന്നതിന് കുറച്ചെങ്കിലും റിസൾട്ട് കിട്ടുമ്പോൾ നമുക്കതൊരു എന്താ പറയുക, ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ അവിടെ തന്നെ നിന്ന് കുറച്ച് നേരം നിന്ന് മുടിയൊക്കെ ഒന്നുകൂടി അഴിച്ച് കെട്ടി വെച്ചിട്ടും അങ്ങനെ തിരിച്ച് വന്ന് എനിക്ക് വയറ് കത്തി തുടങ്ങി. കാരണം 4 മണിക്ക് കഴിഞ്ഞിട്ട് എണീറ്റതാണ്. അപ്പം ഞാൻ വേഗം ചായക്കുള്ള വെള്ളം വെച്ചു. ഏട്ടൻ കുടിക്കാറില്ല. അത് കഴിഞ്ഞ് അകത്തേക്കുള്ള വെള്ളം പിടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. മോട്ടർ അടിച്ചിടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ചിലപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ നല്ല 8ൻ്റെ പണി കിട്ടും. അപ്പം അതൊക്കെ വേഗം സെറ്റ് ചെയ്ത് കൊണ്ടുവച്ചു. പിന്നെ നമ്മുടെ കുട്ടീസൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കിച്ചിപ്പണീന് വിശക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ വേഗം പാപ്പൊക്കെ എടുത്ത് തിന്നാണ് കേട്ടോ. ബ്രഷൊന്നും ചെയ്തിട്ടില്ല ആള്. ഞാൻ ഭയങ്കര ചീപ്പിക്കാൻ നോക്കി ഭയങ്കര വാശിയായിരുന്നു വിശക്കണേന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് വായൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകിച്ച് ഞാൻ അത് കൊടുത്തു. നമ്മുടെ സച്ചുമോൻ പിന്നെ പല്ല് തേക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാനിന്ന് നനയ്ക്കാന്ന് വെച്ച് ഇറങ്ങി കേട്ടോ ചെടികൾക്ക്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാണ് കേട്ടോ എൻ്റെ കിച്ചു, കൂറുമ്പിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു സ്ഥലം വരെ പോകണം. അപ്പോൾ അവിടെ പോയി വന്നിട്ടുള്ള ഇതാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തത്. ഞാൻ ഹോസ്പിറ്റൽ വരെ പോയതാണ്. എനിക്ക് ഈ പൂച്ച കടിച്ചിട്ട് 3ാമത്തെ ഡോസ് എടുക്കേണ്ട ഇഞ്ചക്ഷൻ എടുക്കേണ്ട ഡേറ്റ് ആയിരുന്നു ഇന്ന്. അപ്പോൾ അത് ഞാൻ സച്ചുമോനെയും കൊണ്ടാണ് പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് നല്ല വിശപ്പായിരുന്നു. അപ്പോൾ കൊപ്പക്കായ ഉണ്ടായിരുന്നു പഴുത്തത്, അത് കഴിച്ച് അങ്ങനെ ആസ്വദിച്ച് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സച്ചുപെണ്ണ്, എൻ്റെ സച്ചുമോൻ. അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞി വ്ളോഗ് കുറച്ച് ലെങ്തായി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ബോറടിച്ചോന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.